സുകുമാരക്കുറുപ്പിനെ അറിയാത്തവരാരും മലയാളക്കരയിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. സുകുമാരക്കുറുപ്പ് മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെ ഒരു ലോങ് പെൻഡിംഗ് കേസിലെ പ്രതിയാണ്. ചാക്കോ കൊലപാതക കേസ്. കൊലപാതകത്തെക്കാൾ ഒളിവ് ജീവിതമാണ് സുകുമാരക്കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം മലയാളിയെ അമ്പരപ്പിച്ചത്. അതായത് സുകുമാരക്കുറുപ്പിനെ കേരള പോലീസിൻ്റെ മുഴുവൻ സംവിധാനവും, കേരള പോലീസ് എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ പോലീസ് സംവിധാനവും, ഇൻ്റർപോൾ പോലും അന്വേഷിച്ചിട്ട് പിടികിട്ടിയില്ല. ഏറ്റവും ഒടുവിലായി ഇന്ന് രാവിലെ വന്ന വാർത്ത ഈ കേസ് പോലീസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു, അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്നാണ്. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പില്ല, ഹൃദ്രോഗം കാരണം മരിച്ചിട്ടുണ്ടാകാം എന്ന് വിലയിരുത്തിയാണ് കേസ് അവസാനിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചത് എന്ന വാർത്ത വന്നത്. അത് മലയാളികൾക്ക് വലിയ അത്ഭുതമുള്ള വാർത്തയായിരുന്നില്ല. സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടുണ്ടാകാം എന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട്. എന്നാൽ സുകുമാരക്കുറുപ്പ് അജ്ഞാതനായി ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്തായാലും കേസ് ഇനി എന്തിനാണ്, പോലീസ് ക്ലോസ് ചെയ്തോട്ടെ എന്നായിരിക്കും മലയാളികൾ എല്ലാവരും രാവിലത്തെ വാർത്ത കേട്ടപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അല്പസമയം മുമ്പ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വാർത്ത ഇതാണ്: സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല, സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. ബ്രൂണെ എന്ന് പറയുന്ന ഒരു രാജ്യത്ത്, ഇന്ത്യയിൽ നിന്നും വളരെ അകലെ അല്ലാത്ത ഒരു രാജ്യത്ത്, ഇങ്ങനെ ബ്രൂണെ എന്ന് പറയുന്ന ഒരു ദ്വീപരാജ്യത്ത് സുഖലോലുപതനായി കോടീശ്വരനായി അയാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മുഖഭാവവും പേരും മറ്റ് രേഖകളെല്ലാം മാറ്റി അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ബിസിനസ്സാണ് അദ്ദേഹം നടത്തുന്നത്. നല്ല വരുമാനമുണ്ട്, വീട്ടുകാരുമായി ബന്ധപ്പെടുന്നു പോലുമുണ്ട് എന്നാണ് ഈ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ പറയുന്ന വ്യക്തിയുടെ ചിത്രം സഹിതം ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അയാൾ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വാർത്തയായിരിക്കില്ല എന്ന് ഏകദേശം ഉറപ്പിക്കാം. സുകുമാരക്കുറുപ്പിൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോഗ്രാഫ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. സുകുമാരക്കുറുപ്പ് ബ്രൂണയിലെ താമസിക്കുന്ന വീടിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നുണ്ട്. മാത്രമല്ല സുകുമാരക്കുറുപ്പിൻ്റെ ചിത്രം, ഇപ്പോഴത്തെ ചിത്രം വിവിധ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കിയെന്നും ആ ചിത്രം സുകുമാരക്കുറുപ്പിൻ്റെത് തന്നെയാണ് എന്ന് തങ്ങൾ സ്ഥിരീകരിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ജീവിച്ചിരിപ്പുണ്ട്, ബ്രൂണയിൽ ജീവിച്ചിരിപ്പുണ്ട്, സുഖലോലുപിതനായി കഴിയുന്നു. കൊലപാതകം കേസിലെ പ്രതിയാണ്, ഇതുവരെയും നിയമ സംവിധാനത്തിന് പിടികൊടുത്തിട്ടില്ല എന്നു മാത്രമല്ല വീട്ടിലെ ഭാര്യയെയും മക്കളെയും ബന്ധപ്പെട്ടതിന് തെളിവുമുണ്ട് എന്ന് ഈ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. മാധ്യമങ്ങൾ ഫോട്ടോയും വീടിൻ്റെ ദൃശ്യങ്ങളുമാണ് പുറത്തുവിടുന്നത്. 35 വർഷമായി ഇയാൾ ഇതേ ലൊക്കേഷനിൽ തന്നെ താമസിക്കുകയാണ്. വേറെ ഒരു രാജ്യത്തും പോയിട്ടില്ല. പാസ്പോർട്ട് വ്യാജ പാസ്പോർട്ടാണ്, പേര് വ്യാജ പേരാണ്, മുഖത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. പക്ഷേ സുകുമാരക്കുറുപ്പിൻ്റെതായ എല്ലാ അടയാളങ്ങളും ആ ഫോട്ടോഗ്രാഫിൽ ആ മുഖത്തുണ്ട് എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായി എന്ന് ഈ മാധ്യമ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട്. 90-കൾക്ക് ശേഷമാണ് ഇയാൾ ഇപ്പോൾ താമസിക്കുന്ന ബ്രൂണെ എന്ന് പറയുന്ന രാജ്യത്തെ ഈ നഗരത്തിലെത്തിയത്. അവിടെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുണ്ട്, അത്യാവശ്യം നല്ല സാമ്പത്തിക അടിത്തറയുണ്ട്, കുടുംബാംഗങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്, കുടുംബങ്ങൾ ഭാര്യയെയും ബന്ധുക്കളെയും ഒക്കെ ബന്ധപ്പെട്ടതിന് തെളിവുമുണ്ട് എന്നാണ് ഈ മാധ്യമ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത്. രാവിലത്തെ വാർത്ത സ്വാഭാവികമായി നമ്മളെല്ലാം കരുതി. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമുള്ള വാർത്ത ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി കേരളം തേടിക്കൊണ്ടിരുന്ന, കേരളത്തിൻ്റെ നീതി ദേവത തേടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണത്. ആ കൊടും കുറ്റവാളി ഇൻഷുറൻസ് തുക തട്ടിക്കാനായി താൻ മരിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിനുവേണ്ടി നിരപരാധിയായ ഒരു യുവാവിനെ കൊലപ്പെടുത്തുന്നു. ആ കൊലപാതകം, ക്രൂരമായ കൊലപാതകം, മനസ്സാക്ഷി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കൊലപാതകം, ആ കൊലപാതകം നടത്തിയതിന് ശേഷം കാണാമറയത്ത് തുടരുന്നു. ഈ ആധുനിക യുഗത്തിലും മറയത്ത് തുടരുന്നു എന്നത് മലയാളിയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായി ഈ സുകുമാരക്കുറുപ്പിൻ്റെ തിരോധാനം മാറിയിരുന്നു. അങ്ങനെ ഒരു സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, ഇത് കെട്ടുകഥയാണോ എന്നൊക്കെ പുതിയ തലമുറ ചിന്തിച്ചു തുടങ്ങിയ സമയത്താണ് സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്നും അയാൾ ഇന്ന സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നും ആ വീടിൻ്റെ ചിത്രങ്ങളടക്കം ഇപ്പോൾ കേരളത്തിലെ തന്നെ
മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, ഇന്റർപോൾ അടക്കം അന്വേഷിച്ചിട്ടും കിട്ടാതിരുന്ന ഒരു വിവരമാണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ റിപ്പോർട്ട് ശരിയാകണമെന്നില്ല. അതായത് ഇപ്പോൾ പുറത്തുവിടുന്ന മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ തീർച്ചയായും ഇതൊരു വലിയ വഴിത്തിരിവാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി ഈ ഒരു വാർത്തയുടെ മറ്റൊരു വശമുണ്ട്. അതായത് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് കേസ് ക്ലോസ് ചെയ്യുന്നു എന്നൊരു വാർത്ത വന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ്. സുകുമാരക്കുറുപ്പിനെ ഒളിവിൽ കഴിയാനായി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് ഇവിടെ വൻ സ്വാധീനമുള്ള ഒരു സംഘമാണ് എന്ന വാർത്ത നേരത്തെ തന്നെ വന്നിരുന്നു. പോലീസിലും രാഷ്ട്രീയത്തിലുമൊക്കെ ഉന്നതമായ സ്വാധീനമുള്ള ചില ആളുകളാണ് സുകുമാരക്കുറുപ്പിനെ നിയമത്തിൻ്റെ കണ്ണിൽ നിന്നും മറച്ചു പിടിക്കുന്നത് എന്നൊരു ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലും അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. സുകുമാരക്കുറുപ്പിനെ പിടികൂടാനുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തൻ്റെ അന്വേഷണ റിപ്പോർട്ട് താൻ അധികാരികൾക്ക് കൊടുത്തിരുന്നു. പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ട് ഉന്നതങ്ങളിൽ നിന്നും പൂഴ്ത്തിവെക്കപ്പെട്ടു എന്നൊരു ആരോപണം അലി അക്ബർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുറച്ചു കാലം മുമ്പ് ഉന്നയിച്ചിരുന്നതാണ്. അയാൾ ഇപ്പോഴും ആ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്തുകൊണ്ടാണ് സുകുമാരക്കുറുപ്പിൻ്റെമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഉന്നതങ്ങളിൽ അട്ടിമറിക്കപ്പെടുന്നത്? ആരാണ് ഇതിനു പിന്നിൽ? സുകുമാരക്കുറുപ്പിൻ്റെ സ്വാധീനം എന്താണ് എന്ന് കേരളത്തിൽ ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ചിലതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതായത് ക്രൈംബ്രാഞ്ച് ഈ കേസ് അവസാനിപ്പിക്കാമെന്ന് റിപ്പോർട്ട് നൽകി മണിക്കൂറുകൾക്കകമാണ് ഈ വാർത്ത പുറത്തു വന്നത്. അതായത് ഈ വാർത്ത കഴിഞ്ഞ 1-2 ദിവസമായി അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരാഴ്ചയോളം ദിവസം മുമ്പ് തന്നെ കേരളത്തിലെ ഈ വാർത്തകൾ പുറത്തുവിട്ട മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ടുണ്ടാകും. അവർക്കിതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ലീഡ് ലഭിച്ചു. ഉത്തരേന്ത്യ ബോംബെയിലും മറ്റുമൊക്കെ ഈ കാര്യങ്ങൾ കൈകാര്യം അല്ലെങ്കിൽ വാർത്താ ലേഖകനായിരുന്ന ഒരു വ്യക്തിയെയാണ് കേരളത്തിലെ ഒരു പ്രശസ്തമായ ചാനൽ ഈ വാർത്താ ലേഖകനെയാണ് ഈ പറയുന്ന ബ്രൂണോയിലേക്ക് അയക്കുന്നത്. ബ്രൂണോയിൽ വെച്ചിട്ടാണ് ഈ മാധ്യമ ലേഖകനാണ് ഇയാൾ പറയുന്നത് ശരിയാണ് എങ്കിൽ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസങ്ങളായി ഈ മാധ്യമം ഈ പറയുന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് എന്നർത്ഥം. അങ്ങനെ ഈ മാധ്യമം ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ കേസ് ക്ലോസ് ചെയ്യാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അതായത് ക്രൈംബ്രാഞ്ച് ഈ ഹൃദ്രോഗം മൂലം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ക്ലോസ് ചെയ്യാനുള്ള അനാവശ്യമായ തിടുക്കം കാട്ടുന്നു. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു നഴ്സ് ഈ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്നും സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഏറെയാണെന്നും താൻ തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അയാളെ കണ്ടിട്ടുണ്ട് എന്നുമുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. ആ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് പോലീസ് ധൃതിയിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ ആ അന്വേഷണം നല്ലതിന് വേണ്ടിയായിരുന്നില്ല, കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടിയായിരുന്നോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ധൃതി പിടിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച അതേ പോലീസ് തന്നെ ധൃതി പിടിച്ച കേസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. ആ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നു. അതായത് പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു, ആ കരങ്ങൾക്ക് പിടിവീണിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് സുകുമാരക്കുറുപ്പിനെ സംരക്ഷിക്കാനും സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താനും വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നു വന്നിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഉന്നത സ്വാധീനമുള്ള ഒരു വിഭാഗം അല്ലെങ്കിൽ 1-2 വ്യക്തികൾ സുകുമാരക്കുറുപ്പിനെ നിയമത്തിന് പിന്നിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഇതെല്ലാം ബ്രൂണയിൽ ഇരുന്നു കൊണ്ട് അയാൾ നിയന്ത്രിച്ചിരുന്നു എന്ന് വേണം ഈ മാധ്യമ റിപ്പോർട്ടുകൾ ശരിയാണ് എങ്കിൽ മനസ്സിലാക്കേണ്ടത്. ഈ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിന് മുമ്പാണോ ഈ ഒരു പുറത്തു വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്യാൻ പോയത്? അല്ല എങ്കിൽ സുകുമാരക്കുറുപ്പിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു സംഘം ഈ പറയുന്ന കേസ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടതാണോ എന്ന് 2 ചോദ്യങ്ങളാണ് ഇപ്പോൾ മലയാളിയുടെ മനസ്സിലുള്ളത്. ഏതായാലും പുതിയ തലമുറ വെറും നിസാരക്കാരനായിട്ടായിരിക്കണം സുകുമാരക്കുറുപ്പിനെ കണ്ടത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ശക്തനാണ്, വാർദ്ധക്യത്തിലും ഇയാൾ ശക്തനാണ്. 80 വയസ്സിലേറെയുള്ള ഈ മനുഷ്യൻ ശക്തനാണ് എന്ന് തന്നെ തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാധ്യമ റിപ്പോർട്ടുകൾ ശരിയാണോ ഇല്ലയോ എന്നതാണ് ഇനി പരിശോധിക്കേണ്ടത്. പോലീസിൻ്റെ പ്രതികരണം എന്തായിരിക്കും? കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളടക്കം ഈ വിവരങ്ങൾ ശരിയാണോ എന്നറിയാൻ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരവും വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കേരളം 4.5 പതിറ്റാണ്ടായി തേടിക്കൊണ്ടിരുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.